everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് സോയാബീൻ കൊണ്ട് ഒരു റെസിപ്പി നോക്കാം. സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റി ആണ്. സോയാബീൻ ഫ്രൈ റോസ്റ്റ്. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? സോയാബീൻ ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് സോയാബീനാണ്. സോയാബീൻ ആദ്യം കുറച്ച് ഹാർഡായിരിക്കും, അപ്പോൾ നമുക്ക് ഇത് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതിലേക്ക് 1.5 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്, 100 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ഇത് നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് സോഫ്റ്റ് ആവും. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചാൽ അത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേണം ഇത് സോക്ക് ചെയ്തെടുക്കാൻ. അരമണിക്കൂറോളം ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കാം. സോയാബീൻ റെഡി ആവണ വരെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 2 വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത്, 5 ഗ്രാമ്പൂ, 5 ഏലക്ക, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ ആവശ്യമുള്ളത് കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണം, പിന്നെ 2 ചെറിയ തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 നാരങ്ങയുടെ നീര്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ മസാലപ്പൊടികൾ ആവശ്യമുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. സോയാബീൻ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. സോയാബീൻ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സോക്കായി കഴിഞ്ഞാൽ സൈസിൽ ഒന്ന് കുറച്ച് വലുതാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്നുള്ള വെള്ളം സ്ക്വീസ് ചെയ്തെടുക്കണം, പിഴിഞ്ഞെടുക്കണം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് സ്ക്വീസ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ സോയാബീൻ്റെയും വെള്ളം കളഞ്ഞിട്ട് വെള്ളം സ്ക്വീസ് ചെയ്തെടുത്ത് സൈഡിലാക്കി വെക്കാം, മാറ്റി വെക്കാം. അങ്ങനെ ഇതാ സോയാബീനിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സൈസിൽ വലുതായി തോന്നിയപ്പോൾ 2 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നടുവിന്നൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയാബീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആയതിന് ശേഷം ഇതിന്ന് 1/4 ഭാഗം സോയാബീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ നാരങ്ങ നീരും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലകളും സോയാബീനും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോയാബീനൊക്കെ മസാലകളിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ സോയാബീൻ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. എണ്ണ ചൂടായ ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ക്രിസ്പി ആണ് വരെ ഇത് വഴറ്റി എടുക്കണം. ഇളക്കിക്കൊണ്ട് ഇത് വഴറ്റിയെടുക്കണം. ഒരു 8-10 മിനിറ്റ് വേണ്ടി വരും വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇത് ക്രിസ്പി ആണ് വരെ വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് എടുത്തു ക്രിസ്പിയായി വരാൻ. ബ്രൗൺ ആയിട്ടുണ്ട്, നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്, പിന്നെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി സോയാബീൻ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണ ചൂടാക്കിയെടുക്കാൻ. എണ്ണ ചൂടായ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് വരെ ഇത് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക്
വലിയ സവാള ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് സ്മാഷ് ആവണ വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ തക്കാളി മസാല എല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ആവണ വരെ വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇത് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയും സോയാബീനും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റാണ്. നല്ല സോയാബീൻ ഫ്രൈ റോസ്റ്റ് നല്ല ടേസ്റ്റി, പിന്നെ നല്ല ഈസിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.